ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പപ്പിക്ക് നാളെ അച്ഛനെ വിളിച്ചോണ്ട് ക്ലാസ്സിൽ ചെല്ലുകയും വേണം. പപ്പിയുടെ അച്ഛനായിട്ടല്ലേ? അത് ഞാൻ പോയ പോരെ? കരയണ്ട, നാളെ സ്കൂളിൽ ഞാൻ വരാം. വരില്ല, കാരണം അയാള് നമ്മുടെ ആരുമല്ല. എന്റെ ഭർത്താവായാലേ അയാൾ നിന്റെ അച്ഛനാവത്തുള്ളൂ. അയാൾ എന്റെ ഭർത്താവും അല്ല, ആരുമല്ല. നിങ്ങൾ തമ്മിൽ വഴക്കായാലും ഞാൻ എന്ത് ചെയ്യാനാ? ഇനിയിപ്പൊ നാളെ ഞാൻ ക്ലാസ്സിന് എങ്ങനെ പോവും? നീ ക്ലാസ്സിൽ പോണ്ട. ഞാൻ പോവും. പോടി, എന്നെ ധിക്കരിച്ച് നീ എങ്ങോട്ടെങ്കിലും പോവാ? അച്ഛനെ കാണാൻ പോക്ക്. ഇനി ഞാൻ അറിയാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞ നിന്നെ ഞാൻ കൊന്നുകളയും. ഇനി അവളെ തല്ലരുത്. ഇവിടെ ഇന്ന് ഞാൻ എന്നല്ലേ പറഞ്ഞേ. ഓ അത് ശരി, എനിക്കിപ്പോ എന്റെ മോളെ തല്ലാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലല്ലേ? മക്കളെ തല്ലാൻ പാടില്ലെന്നല്ല, കാര്യം എന്താന്ന് നമുക്ക് മനസ്സിലായില്ലേ? അതറിഞ്ഞിട്ടും വെറുതെ എന്തിനാ അവരെ തല്ലുന്നെന്നാ ചോദിച്ചേ. എന്റെ മോളെ ഞാൻ ശിക്ഷിക്കുന്നത് അവള് തെറ്റ് ചെയ്തിട്ടാ. അവൾ എന്നോട് ചോദിക്കാതെ സുസ്മിതയുടെ വീട്ടിൽ പോയത് തെറ്റ് തന്നെയാ. അതിന് ഞാൻ അവളെ ഇനിയും തല്ലും. ഞാൻ അറിയാതെ മാറി നിൽക്കാം അങ്ങോട്ട്. തുടരുതെന്നല്ലേ പറഞ്ഞത്? മോള് പറഞ്ഞില്ലേ ടീച്ചർ അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞതുകൊണ്ടാ അവള് രോഹിത്തിനെ കാണാൻ പോയതെന്ന്. കാര്യം മനസ്സിലായിട്ടും പിന്നെ നീ എന്തിനാ കൊച്ചിനെ തല്ലുന്നേന്നാ ഞങ്ങള് ചോദിക്കുന്നേ. അപ്പോ അങ്ങനെയൊക്കെയായി ഞങ്ങളും നിങ്ങളും. എടി, ഇവിടെ ഇപ്പൊ നിങ്ങളെല്ലാരും ഒറ്റക്കെട്ട്, ഞാൻ മാത്രം അന്യ. ശ്യാമേ, ശ്യാമൻ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? എനിക്കിവിടെ ആരാ ഉള്ളേ? എന്റെ ഭർത്താവെന്ന് പറയുന്ന ആള് എന്നെ തിരിഞ്ഞു നോക്കാതെ ഏതോ ഒരു വീട്ടിൽ കഴിയുക. എന്റെ മോളാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കാതെ തോന്നിയ പോലെ നടക്കുക. എനിക്ക് ഇവളെ പറഞ്ഞ് നേരെയാക്കാനുള്ള അവകാശം ഇല്ലെന്ന് അമ്മയും ചേച്ചിയും പറയുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ എനിക്കും ജീവിക്കണ്ടേ? അച്ഛാ, വിഷ്ണു അച്ഛാ. അച്ഛാ, ശ്യാമാന്റി പപ്പിയെ ഒരുപാട് തല്ലി. സാരമില്ല, കരയണ്ട. എന്താ ഇത്? എന്താ ഇവിടെ പ്രശ്നം? അത് പപ്പിയും സത്യം കൂടി രോഹിത്തിനെ പോയി വിളിച്ചിട്ടാവും അവൻ വന്നില്ലല്ലോ. പപ്പിക്ക് നാളെ അച്ഛനെ വിളിച്ചോണ്ട് ക്ലാസ്സിൽ ചെല്ലുകയും വേണം. പപ്പിയുടെ അച്ഛനായിട്ടല്ലേ? അത് ഞാൻ പോയ പോരെ? കരയണ്ട, നാളെ സ്കൂളിൽ ഞാൻ വരാം. എല്ലാരും കേറിയിരിക്കെ, ഞാൻ ചായ എടുക്കാം. വാ ശാന്തേ. നല്ല മക്കളല്ലേ, കരയണ്ട. വിഷ്ണു വരാം. വിഷ്ണുട്ടാ, ശ്യാമ വെറുതെ. വേണ്ട, നടന്നൊന്നും എനിക്ക് കേൾക്കണ്ട. കുറച്ച് സമാധാനമായിട്ടൊന്നിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. കരയണ്ട. വെട്ടുകേക്കിന്റെ ഒരു ഷേപ്പ് വരുന്നില്ലല്ലോ.
അത് 1-2 ഉണ്ടാക്കി കഴിയുമ്പോ ശരിയായിക്കോളും. ഇപ്പൊ തന്നെ 5 ആയി. ഒന്നിനും കടക്കാരുണ്ടാക്കുന്ന പോലെ ഒരു ഷേപ്പ് വരുന്നില്ല. ആ എനിക്ക് തോന്നതേ അതിന്റെ കൂട്ടിനെന്തോ പെശക് പറ്റിയിട്ടുണ്ടെന്നാ. അതൊക്കെ കൃത്യമായിട്ട് തന്നെയാ ഞാൻ ചേർത്തേക്കുന്നത്. ആ സത്യമ്മേ, മുട്ട ചേർത്തായിരുന്നോ? അതൊക്കെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ടുള്ള അളവിൽ തന്നെയാ ചേർത്തേക്കുന്നത്. ദേ ഇത് കണ്ടോ? പക്ഷെ എന്നിട്ടും അതിന്റെ ഒരു ഭംഗി വരുന്നില്ല അല്ലേ? സത്യാമേ, ആ ദേ അടുത്ത പലഹാരത്തിനുള്ള സാധനമായിട്ട് പിള്ള എത്തി. സത്യാമേ, ഇങ്ങ് കേറി പോരെ. ദേ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള സകലമാന സാധനങ്ങളും ഉണ്ട്. അല്ല, ഇത് ഇതുവരെ ഉണ്ടാക്കി തീർന്നില്ലേ? അതുണ്ടാക്കിയാലല്ല ഉണ്ടാക്കി തീർക്കാൻ പറ്റുമോ? ഇതുണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ. അതെന്ത് പറ്റി? വെട്ടുകേക്കിന്റെ ഷേപ്പ് വരുന്നില്ല പിള്ളച്ചേട്ടാ. അതെന്താ? സത്യാമ്മ ഇതിനു മുമ്പ് ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? പിന്നെ ഞങ്ങൾക്ക് ഇതല്ലായിരുന്നു പണി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നല്ല രീതിയിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയാലല്ലേ അത് ചെലവാക്കാൻ പറ്റൂ. എന്തായാലും ഒരുപിട്ടിറങ്ങി. ഇനി അത് നാറ്റക്കേസാവാതെ ഇരുന്നാ മതി. അല്ലെങ്കിലേ നമ്മുടെ ഈ 100 പറഞ്ഞ പോലെ അറിയാവുന്ന ആരെങ്കിലും ഈ പലഹാരം ഉണ്ടാക്കാൻ മാത്രമായിട്ട് വിളിക്കാം. അതിപ്പോ നമ്മുടെ ഈ സാഹചര്യത്തിൽ പണം കൊടുത്തിട്ട് ഒരാളെ നിർത്താന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും കൂടെ നിർത്തിയാലോ? ഈ പണിയറിയാവുന്ന ആരെങ്കിലുമേ. അല്ല, പിള്ള ആരുടെ കാര്യമായി പറഞ്ഞു വരുന്നേ? ഈ ഒരു സാഹചര്യത്തിൽ ശാരദാമ്മയോട് പറഞ്ഞ അവര് സഹായിക്കാതിരിക്കില്ല. പിള്ളേ, അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. 1-2 ദിവസം വന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ശാരദാമ്മ നോക്കട്ടെ. അല്ല, വേണ്ടെങ്കിൽ വേണ്ട. ഒരാളും വേണ്ട. പുറത്തുനിന്ന് ഒരാളെ ഇവിടെ പണിക്ക് വിളിക്കുകയും വേണ്ട. എനിക്കറിയാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അതും ശരിയാവുന്നില്ല. എന്റെ പിള്ളേ, ഈ വാശി കൊണ്ടേ ഒരു പ്രസ്ഥാനവും വളർന്നിട്ടില്ല. അതിന് കഴിവുകൊണ്ടേ വളരത്തുള്ളൂ. കഴിവില്ലേ, കഴിവുള്ളവരുടെ സഹായം തേടണം. അതും പറ്റുന്നില്ലെങ്കിൽ അനുഭവത്തിൽ നിന്ന് പഠിച്ചോളൂ. അത്ര എനിക്ക് പറയാനുള്ളൂ. വിളക്കൊണ്ട് തോറ്റല്ലേ? ആ ഏതെങ്കിലും രീതിയിൽ പണി അറിയാവുന്ന ആരെങ്കിലും വരണം. എങ്കിലേ ഇത് മുന്നോട്ട് പോകൂ. നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും കൂടെ നിർത്തിയാലോ? ഈ പണി അറിയാവുന്ന ആരെങ്കിലുമേ. അതിന് കഴിവുകൊണ്ടേ വളരത്തുള്ളൂ. കഴിവില്ലേ, കഴിവുള്ളവരുടെ സഹായം തേടണം.